ഞാനിന്നൊരു ശരിക്കൊരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി, ഒരു കഥ പറയാൻ പോവുകയാണ്. നമ്മളൊക്കെ ശരിക്കും ഒരു ചെറിയ അസുഖങ്ങൾ വന്നു കഴിയുമ്പോൾ തന്നെ മാനസികമായിട്ട് തളർന്നു പോകുന്ന അവസ്ഥ പലരിലും കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ജോസേട്ടൻ്റെ കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കൊരു റിയലി ഈസ് എ ഹീറോ, ശരിക്കൊരു ഇൻസ്പയറിംഗ് സ്റ്റോറിയാണത്. അപ്പോൾ ജോസേട്ടനാണെങ്കിൽ നവംബർ 2022 ഒരു റോഡ് ട്രാഫിക് ആക്സിഡൻ്റായിട്ട് നമ്മുടെ കാഷ്വാലിറ്റിയിലായിരുന്നു വന്നത്. അപ്പോൾ കാഷ്വാലിറ്റിയിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് വന്നപ്പോഴത്തേക്കും ഹി വാസ് അൺകോൺഷ്യസ്, ബോധമില്ലായിരുന്നു, പൾസില്ലായിരുന്നു, BP ഇല്ലായിരുന്നു. പുള്ളിക്കാരനെ പെട്ടെന്ന് ഇൻറ്റുബേറ്റ് ചെയ്യേണ്ടി വന്നു. ബാക്കി ടെസ്റ്റുകൾ ചെയ്തപ്പോഴത്തേക്കും മൾട്ടിപ്പിൾ റിഫ്രാക്ചേഴ്സ്, ഹെഡ് ഇഞ്ചുറി, പെൽവിക് ഡയാസ്റ്റസിസ്, സേക്രൽ ഇഞ്ചുറി, എല്ലാം മേജർ ഇഞ്ചുറീസ് ആയിരുന്നു. ഒരു 60 വയസ്സ് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇത്രയും മേജർ ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ യൂഷ്വലി തിരിച്ചു വരാനുള്ള ചാൻസ് വളരെ കുറവായിരുന്നു. അൺകോൺഷ്യസ് ആയത് കാരണവും അബോധാവസ്ഥയിലായത് കാരണവും അപ്പോൾ തന്നെ പുള്ളിക്കാരനെ ഇൻറ്റുബേറ്റ് ചെയ്തു, വെന്റിലേറ്ററി സപ്പോർട്ട് കൊടുത്തു. കാരണം സ്വന്തമായിട്ട് ശ്വാസം എടുക്കാനുള്ള കഴിവില്ലായിരുന്നു. മൾട്ടിപ്പിൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ്, ഓൾമോസ്റ്റ് 10 കൂടുതൽ ട്രാൻസ്ഫ്യൂഷൻസ് അപ്പോൾ കൊടുത്തു. ഒരു 2 വീക്സ്, 2 ആഴ്ച ശരിക്കും ഇദ്ദേഹം വെന്റിലേറ്ററിലായിരുന്നു അബോധാവസ്ഥയിൽ. അപ്പോൾ ഈ സമയത്ത് ബാക്കി ടെസ്റ്റുകൾ CT സ്കാനൊക്കെ ചെയ്തപ്പോഴത്തേക്കും പുള്ളിക്കാരന് ബാക്കി ഇഞ്ചുറീസ്, അതായത് പെൽവിസിൻ്റെ മേജർ ഇഞ്ചുറിയാണ്. കാരണം പെൽവിക് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ ഒത്തിരി ബ്ലഡ് ലോസ് വരും, വയറ്റിലേക്ക് ഒത്തിരി ബ്ലഡ് പോകുന്നൊരവസ്ഥയാണ്. അപ്പം പെൽവിക് ഡയാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, സേക്രൽ ഫ്രാക്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം സർജിക്കലി നമ്മൾ ഫിക്സ് ചെയ്തു ഒപ്റ്റിമൈസിന് ശേഷം. പക്ഷേ എന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞ് ഓൾമോസ്റ്റ് പുള്ളിക്കാരന് ബോധത്തിൽ നിന്ന് അബോധാവസ്ഥയിൽ തിരിച്ച് നോർമലായിട്ട് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിൻ്റെ കോഴ്സിൽ നമ്മൾ ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പോൾ CT സ്കാൻ എടുത്തപ്പം ഒരു യാദൃശ്ചികമായിട്ട് കണ്ടെത്തിയത് പുള്ളിക്കാരന് ക്യാൻസർ, അതായത് കുടലിൽ ക്യാൻസർ, അഡിനോകാർസിനോമ റെക്ടം കണ്ടെത്തി. അപ്പോൾ സാധാരണ അവസ്ഥയിൽ ഇത്രയും മൾട്ടിപ്പിൾ ഇഞ്ചുറീസായിട്ട് കിടക്കുന്ന ഒരാൾക്ക് ഇതും കൂടെ കേൾക്കുമ്പോഴത്തേക്കും യൂഷ്വലി അവർ തളർന്നു പോകുന്നതാണ് കണ്ടുള്ളത്. പക്ഷേ നമ്മുടെ ജോസേട്ടൻ വാസ് വില്ലിംഗ് ടു ടേക്ക് ദ റിസ്ക്. ഹി വാസ് റെഡി ഫോർ ദ അനദർ സർജറി. പുള്ളിക്കാരന് ശേഷം ക്യാൻസറിൻ്റെ സർജറി കഴിഞ്ഞു, കീമോതെറാപ്പി, റേഡിയോതെറാപ്പി ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം പുള്ളിക്കാരൻ ഡിസ്ചാർജൊക്കെ ആയിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പം ഇതുകൊണ്ടും കഥ തീരുന്നില്ല. വീണ്ടും അടുത്ത അസുഖം പുള്ളിക്കാരൻ ട്യൂബർക്കുലോസിസ് കണ്ടുപിടിച്ചു. ട്യൂബർക്കുലോസിസ്, ലങ്സ്, TBയുടെ ക്ഷയരോഗത്തിൻ്റെ അസുഖം കണ്ടുപിടിച്ചു. അതിൻ്റെയും പുള്ളിക്കാരൻ ഹി വാസ് ഓൾസോ ഹാപ്പി. നമുക്ക് നോക്കാം ഡോക്ടർ, അടുത്ത് എന്താണെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു. ഓൾമോസ്റ്റ് 6 months ഓഫ് കീമോതെറാപ്പി കഴിഞ്ഞു. അതിൻ്റെ മരുന്നുകൾ ട്യൂബർക്കുലോസിന് കഴിച്ചു. ഇപ്പം നമുക്ക് കാണാം ജോസേട്ടൻ്റെ മുമ്പിൽ വന്ന് നിൽപ്പുണ്ട്. പുള്ളിക്കാരൻ നടക്കാം, ഓടാം, ചാടാം. ഹി ക്യാൻ സ്ക്വാട്ട്, ഹി ക്യാൻ സിറ്റ് ക്രോസ് ലെഗ്ഡ് ആൻഡ് ഹി ഈസ് വെരി ഹാപ്പി, ടോക്കിംഗ് ഫ്രീലി. ശരിക്കും ഒരു തളർച്ചയിൽ നിന്നും എങ്ങനെ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ എഴുന്നേക്കാന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. ഹീസ് എ റിയൽ ഹീറോ, ട്രൂ ഹീറോ നമ്മുടെ ജോസേട്ടൻ. ഈ കഥ എല്ലാവർക്കും ഒരു പ്രചോദനമായിക്കോട്ടെ. ഒരു ചെറിയ അസുഖങ്ങളൊന്നും നമ്മുടെ ജീവിതം അതുകൊണ്ട് തീരാൻ പോകുന്നില്ല. വീണ്ടും മുന്നോട്ട് പോകണം. അതിന് മരുന്നുകളും സർജറിയും മാത്രം പോരാ, നമ്മുടെ മനസ്സിൻ്റെ ധൈര്യം തന്നെയാണ് ജോസേട്ടൻ്റെ കണക്കുള്ളത്. ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും വന്നിട്ട് പോലും എല്ലാം സധൈര്യം നേരിടാനും വീണ്ടും ജീവിതത്തിലേക്ക് പഴയതിനെക്കാട്ടി ശക്തിയോടെ തിരിച്ചു വരാനുള്ള അദ്ദേഹത്തിൻ്റെ ധൈര്യം അത് സമ്മതിച്ചു കൊടുക്കേണ്ടതാണ്. ഹിസ് എ റിയൽ ഹീറോ. He inspires a lot. He definitely is going to inspire generations to come.